വെള്ളൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പന്തൽ ഓഫീസ് സമർപ്പണം നടന്നു. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും പിന്നെ അല്ല. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. വടക്കേ മലബാറിലും ദക്ഷിണ കന്നഡ ജില്ലകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന പത്മശാലീയ സമുദായത്തിന്റെ 14 നഗരങ്ങളിലെ 22 ക്ഷേത്രങ്ങളിൽപ്പെട്ട വെള്ളൂർ പുതിയ തെരു ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച പന്തൽ, ഓഫീസ് എന്നിവയുടെ സമർപ്പണം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. നന്മ നിറഞ്ഞ മനസ്സുകളാവണം, കാരുണ്യമെന്നുമെൻ ഹൃത്തിൽ തുളുമ്പണം. കളിയാട്ടത്തിനും മറ്റും താൽക്കാലിക പന്തൽ കെട്ടിയുണ്ടാക്കുന്നതിന് വരുന്ന ഭാരിച്ച സാമ്പത്തിക ബാധ്യതയ്ക്ക് പരിഹാരമായാണ് സ്ഥിരം സംവിധാനമെന്ന നിലയിൽ 30 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ശില്പചാരുതയോടെയുള്ള മനോഹരമായ ഇരുനില പന്തൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗത്തായി ഓഫീസ് മുറിയും മുന്നിലായി അലങ്കരിച്ച സ്റ്റേജും നിർമ്മിച്ചിട്ടുണ്ട്. ദേവസ്വം കമ്മിറ്റി സെക്രട്ടറി PK ബാബു സ്വാഗതവും VV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ നിർവഹിച്ചു. നമ്മളെ മനുഷ്യ ശരീരവും ഒരു ക്ഷേത്രമാണ്. ഞാനൊരു ക്ഷേത്രമാണ്. ഈ വേദിയിലിരിക്കുന്നവരും ക്ഷേത്രങ്ങളാണ്. എൻ്റെ മുന്നിലിരിക്കുന്നവർ എല്ലാവരും ക്ഷേത്രങ്ങളാണ്. സത്യമാണ്. ആ മനുഷ്യ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ മനസ്സാണ്. ശുദ്ധമായ മനസ്സാണ്. ശുദ്ധമായ മനസ്സാണ് ആ പ്രതിഷ്ഠ. പരമസത്യമാണ്. അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നമുക്ക് ശക്തി തരുന്ന പ്രതിഷ്ഠയെപ്പോലെ നമ്മുടെ മനസ്സും ശുദ്ധീകരിച്ചാൽ, അനുഷ്ഠിച്ചു പോകുന്നത് പോലെ ശുദ്ധീകരിച്ചാൽ ലോകം നന്നായി. അതാണ് പ്രതിഷ്ഠ. ആ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് മനുഷ്യന് ഓരോ ബ്രാൻഡഡ് വസ്തുക്കൾ കിട്ടുന്നത്. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ബ്രാൻഡഡ് വസ്തുക്കൾ നമുക്ക് കിട്ടുക അത് മനസ്സ് ശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്. എന്താണ് ബ്രാൻഡഡ് വസ്തുക്കൾ? മനുഷ്യൻ്റെ നികൃഷ്ടവും വിശിഷ്ടവുമായ ഒരവയവം നാവാണ്. നമ്മുടെ നാവാണ് മനുഷ്യൻ്റെ ഏറ്റവും നികൃഷ്ടവും വിശിഷ്ടവുമായ അവയവം. അതിനെക്കൊണ്ട് ഒരു പ്രസ്ഥാനത്തെ തകർക്കാനോ ഒരു വ്യക്തിയെ തകർക്കാനോ സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തെ വലുതാക്കാനും അതുപോലെ തന്നെ ഒരു പ്രതിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താനും ഈ നാവ് കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ബ്രാൻഡഡ് വസ്തു സത്യം മാത്രമേ ഈ നാവ് കൊണ്ട് പറയൂ. അതാണ് ഒന്നാമത്തെ ബ്രാൻഡഡ് വസ്തു. കണ്ണൂർ റൂറൽ നർക്കോട്ടിക് സെൽ DYSP T ഉത്തംദാസ്, ഫ്ലവേഷ് ടോപ്പ് സിംഗർ ഫെയിം, കുമാരി വൈദേഹി വിനോദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പന്തൽ ഓഫീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ സുജിത്ത്, പന്തലിന് മുകളിൽ 100ഓളം വ്യാളി ശില്പങ്ങൾ ഒരുക്കിയ B രതീഷ്, വേദിക്ക് പിറകിലും തൂണുകളിലും ശില്പങ്ങൾ ഒരുക്കിയ ബാലകൃഷ്ണൻ തലിച്ചാലം എന്നിവരെ വേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ക്ഷേത്രം കോയ്മ PK അച്യുതൻ നമ്പ്യാർ, M രഘു, രാജൻ T, KV ചന്ദ്രൻ, ശാലിനി KM എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. MP കരുണാകരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംസ്ഥാന ജില്ലാ കലോത്സവ വിജയികളെയും പ്രശസ്ത ഗായകരെയും അണിനിരത്തി സംഗീത നൃത്ത വിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എൻ്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞേ. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.